ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ബറാത്ത് നോമ്പിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ബറാത്ത് രാവാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നോമ്പ് തുറക്കാനായിട്ട് നമ്മളിന്ന് മട്ടനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മട്ടൻ ഒരു 1/2 കിലോ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ 1/2 കിലോ ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മട്ടൻ്റെ ലിവറിൻ്റെ പീസും കൂടി ഇട്ട് ഒരു 1/2 കിലോ ആക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഹസ്ബൻഡ് മാത്രമാണ് മട്ടൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമാണ് നോമ്പുള്ളൂ. അപ്പം കുട്ടികൾ ചിലപ്പോൾ കഴിക്കുമായിരിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മട്ടണിലേക്ക് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം. മസാല മീൻസ് മട്ടനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് വേവിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്തരം സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങ നീരോട് ചേർക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുനാരങ്ങ നീരില്ലാത്തതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂൺ തൈരാണ് ചേർത്തേക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കണം. അപ്പോൾ അത്രയും സംഭവങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മട്ടൺ വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ മട്ടൻ വേവണ സമയത്ത് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടുത്തെ മട്ടനൊക്കെ പെട്ടെന്ന് വേഗം കേട്ടോ. ഒരു 2 അല്ലെങ്കിൽ 3 വിസിലടിച്ചാൽ മതി. അപ്പോൾ മസാലയ്ക്ക് നമുക്ക് വീണ്ടും കുരുമുളക് പൊടിയും ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സംഭവം വേണം. പിന്നെ അതിൻ്റെ കൂടെ ചുവന്നുള്ളിയിൽ മാത്രമാണ് മട്ടൻ ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് സമയം ഇല്ലായിരുന്നു ഉരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പിടി ചുവന്നുള്ളിയും പിന്നെ ഒരു സവോളയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 5 or 6 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ഏലക്ക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം മട്ടൻ കറി വെക്കുമ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് അല്ലെങ്കിൽ എന്താ പറയുക വഴന്ന് നന്നായിട്ട് ബ്രൗൺ കളറാവണം കേട്ടോ. ബ്രൗൺ കളർ പോലെ നല്ല സോഫ്റ്റ് ആയതിനു ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നാലായിരിക്കും മട്ടൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗരം മസാല 1/2 ടീസ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മുടെ മട്ടൻ കറിക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഇത്രയും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് നമുക്ക് ഒരു 1/2 ടൊമാറ്റോ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി നിർബന്ധമില്ല, ഇഷ്ടമില്ലാത്തവർക്ക് ഉപയോഗിക്കേണ്ട. പിന്നെ കറിവേപ്പിലയും മല്ലിയില ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയും ഇഷ്ടമില്ലാത്തവർക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ തക്കാളി വേവാനായിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ഈ മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഗ്രേവിയുടെ അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ കുക്കറിൽ നിന്നുള്ള മട്ടൺ ഒഴിക്കുന്നതിൻ്റെ കൂടിയും നന്നായിട്ട് ഗ്രേവി ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ചാറ് കിട്ടും. എന്നിട്ട് നമ്മളൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ മട്ടനും ആ ഗ്രേവിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാകും. അപ്പോൾ ഫൈനലി എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ
ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമുക്കിനി ഈന്തപ്പഴമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ടേബിളിൽ. അപ്പം ഈ ഒരു സമയത്ത് ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് ഇവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ടേബിളിൽ വെച്ചു. പിന്നെ അതുപോലെ പാത്രമൊക്കെ കുറച്ചുള്ളതൊക്കെ കഴുകിയൊക്കെ തന്നു കേട്ടോ. അപ്പം എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പിന്നെ ചായയൊക്കെ നമുക്ക് റെഡിയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് കണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഹസ്ബൻഡ് അപ്പം ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒരുമിച്ച് നോമ്പ് തുറന്നതിന് ശേഷം ഹസ്ബൻഡ് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ പിന്നെ അപ്പമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ക്ലീനിങ് തുടങ്ങുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ തുടങ്ങി കേട്ടോ. അതായത് പല കോർണറിലും അഴുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ കുറേശ്ശെയൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ടോയ്സൊക്കെ എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് കളയാനുള്ളതൊക്കെ കളഞ്ഞ് ബാക്കിയൊക്കെ ഒന്ന് അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ടോട്ടൽ ക്ലീനിങ്ങിൻ്റെ ദിവസം നമുക്ക് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ ഒരു പാത്രത്തിൻ്റെ സ്റ്റാൻഡിൻ്റെ താഴെയൊക്കെ എപ്പോഴും അഴുക്കായിട്ടിരിക്കുന്ന ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒഴിവായിട്ടിരിപ്പുണ്ട്, സാധനങ്ങൾ തീർന്നതും തീരാറായതൊക്കെ. അപ്പോൾ ആ ബോട്ടിൽസൊക്കെ അഴുക്കായിട്ടുള്ള ബോട്ടിൽസൊക്കെ ഒന്ന് കഴുകി വെക്കാം. പിന്നെ ഉള്ളി വെക്കുന്ന സ്റ്റാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേശ്ശെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് റമദാൻ ക്ലീനിങ് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ക്ലീൻ ചെയ്യണേ നമ്മൾ ഫുൾ വീട് ക്ലീൻ ചെയ്യുന്ന ദിവസം നമുക്ക് ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിരിക്കും.
അപ്പോൾ തെമൂന്ന് നമ്മൾ പിങ്ക് സ്റ്റഫ് വാങ്ങിയിട്ട് അത് ഓപ്പൺ ആക്കിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെരിച്ച് പിടിച്ച് ഓപ്പൺ ആക്കി. ഞാൻ വിചാരിച്ചു ചുണ്ണാമ്പ് പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്, പക്ഷേ അതൊരു ലിക്വിഡ് പോലെയായിരുന്നു കേട്ടോ. പക്ഷെ അത് തൊടുമ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു നീറ്റിൽ പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ തോന്നണു. എന്തായാലും ഞാൻ ഗ്ലൗസ് ഒന്നും എടുക്കാൻ പോയില്ല. അപ്പോൾ അതായത് കുക്കറിൻ്റെ ഇങ്ങനെ താഴെയുള്ള ഇത്, അല്ലെങ്കിൽ എന്താ പോകാത്ത അഴുക്കുകളൊക്കെ പോകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ താഴെ നിറയെ തുരുമ്പുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് ഇത് വെച്ച് ഉരച്ചപ്പോഴത്തേനും പോയി നീറ്റായി കിട്ടിയിട്ടുണ്ട്. കുക്കർ വലിയ കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം നീറ്റായി. പക്ഷേ അത്രയും തന്നെ ഡിഷ് വാഷറിൽ ഇട്ട് കഴിയുമ്പോഴും നീറ്റായി കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒത്തിരി ഞാൻ ഉരച്ച് സമയം കളഞ്ഞുമില്ല, ജസ്റ്റ് ഒന്ന് പാത്രം കഴുകണ പോലെ അങ്ങ് കഴിയതേ ഉള്ളൂ കേട്ടോ കുക്കർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്രത്തോളം നീറ്റായി എന്നുള്ളത്. അതുപോലെ വേറെ 1-2 പാത്രങ്ങളുടെയൊക്കെ താഴ്ഭാഗങ്ങളൊക്കെ അഴുക്ക് പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കഴുകി. ഇനിയും ഒത്തിരി കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് വഴിയെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നത് വരെ ഇറ്റ്സ് മി ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.